ഹായ് ഗായ്സ്, വെൽക്കം ടു റൂട്ട്സ് ആൻഡ് റെസിപ്പി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തുവരപ്പരിപ്പ് കൊണ്ടുള്ള വിളഞ്ഞ മാങ്ങ, തക്കാളി ഇത് മൂന്നും ഉപയോഗിച്ചുള്ള ഒരു സ്പെഷ്യൽ പരിപ്പ് കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് കുറച്ച് കടുക് വറക്കാനായിട്ട് കുറച്ച് എണ്ണ നമ്മൾ അതായത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നു. ജീരകം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് കുറച്ച് കറിവേപ്പില അത് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് മല്ലിയില, അത് അരിഞ്ഞ മല്ലിയില അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നീട് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഈ ഒത്തിരി കൂട്ടിയൊന്നും ഇടരുത്, സിമ്മിലിട്ടാൽ മതി. ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വിളഞ്ഞ മാങ്ങ. ഈ വിളഞ്ഞ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി അങ്ങ് പഴുക്കരുത്, ഒരു മഞ്ഞ കളറൊക്കെ വരണം. ഒത്തിരി കൂടിയ മധുരമുള്ള മാങ്ങ ആകരുത്, ഒരു വിളവേ ആകാവുള്ളൂ. അതുപോലെ നിറം വെക്കണം. അതേപോലെ ഈ മാങ്ങ ഞാൻ ചെറുതായിട്ട് കഷ്ണിച്ചത് ഒരെണ്ണമാണ്. അപ്പോൾ ആ മാങ്ങ ഞാൻ ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു. വീണ്ടും ഞാൻ ഇത് ഇളക്കുകയാണ്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ആ മാങ്ങ ഇട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ഒരു സവാള എടുത്ത് അരിഞ്ഞതും അതിലേക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തു അതുപോലെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മാങ്ങ ഇടുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഈ ഉള്ളി പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ഇത് എങ്ങനെയായാലും കുഴപ്പമില്ല. മാങ്ങയ്ക്ക് മുമ്പോ അതിന് ശേഷമോ ഉള്ളി ഇട്ട് കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. വീണ്ടും നമ്മൾ നല്ലതുപോലെ ഇളക്കും. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ, ഇതേ സ്പൂണിന് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർക്കണം. അതായത് അതേ സ്പൂൺ കൊണ്ട് തന്നെ ഇതേ സ്പൂണിന് തന്നെ ഉപ്പ്, ഒരു 1.5 സ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. വീണ്ടും ഇത് ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു തക്കാളി, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി. ആ തക്കാളി ഏത് പഴുത്തതായാലും പച്ചയായാലും ഒന്നും കുഴപ്പമില്ല, പരിപ്പിന് ടേസ്റ്റ് കൂട്ടാനാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ പരിപ്പ് കറിക്ക് നല്ല രീതിയിലുള്ള ടേസ്റ്റ് കൂടും. അങ്ങനെ ഈ ചേരുവകളെല്ലാം ചേർത്ത് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കും. ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി, അതായത് ഈ ചെറിയ സ്പൂണിന് തന്നെ ഇതേപോലെ സ്പൂണിന് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടു. വീണ്ടും ഒരു 1/2 സ്പൂൺ കൂടി. നമുക്ക് ഈ മുളക് പൊടി കുറച്ച് വേണമെങ്കിലും ഇടാം, കൂടുതൽ വേണമെങ്കിലും ഇടാം. പക്ഷേ ഓരോരുത്തരുടെ രുചിക്കും എരിവിനും ഒക്കെ സ്പൈസി ആയിട്ടുള്ള കൂടുതൽ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചേറെ മുളക് പൊടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും നല്ലതായിട്ട് ഇളക്കുന്നു. പിന്നീട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സ്പൂണിൽ തന്നെ നല്ലതുപോലെ ഒരു സ്പൂൺ ഫുള്ള് മല്ലിപ്പൊടി, ഈ മല്ലിപ്പൊടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു. വീണ്ടും ഞാൻ ഇത് നല്ലതുപോലെ ഇളക്കുന്നു. നല്ലതുപോലെ ഇളക്കി ഇത് യോജിപ്പിച്ചതിന് ശേഷം, ഇത്രയും നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കപ്പിന് ഇതേപോലെ തന്നെയുള്ള കപ്പാണ് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പാണ് എൻ്റെ ഈ പരിപ്പ് കറിക്ക് എല്ലാത്തിനും നമ്മളൊരു 70 രൂപ എടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അത് കറക്റ്റായിട്ടും വരും. അതേ കപ്പിന് തന്നെ ഈ എടുത്തിരിക്കുന്ന ഇതേ കപ്പിന് തന്നെ 1 കപ്പ് തുവരപ്പരിപ്പ്, അതായത് നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന കപ്പുണ്ടല്ലോ, ആ കപ്പിനകത്ത് തന്നെ ഒരു കപ്പ് തുവരപ്പരിപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഞാൻ ഈ എടുത്തു വെച്ചിരുന്ന കപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കണ്ടല്ലോ. അപ്പോൾ ഈ തുവരപ്പരിപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലതുപോലെ അത് ഇളക്കി യോജിപ്പിക്കുക. നല്ല മണങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുവരപ്പരിപ്പെടുത്ത അതേ കപ്പിന് തന്നെ ഈ കപ്പിന് തന്നെ ഒരു 3 ഗ്ലാസ് വെള്ളം, അതേ കപ്പിന് തന്നെ ഒരു 3 ഗ്ലാസ് വെള്ളം ഞാൻ ഈ പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്രയും ചേരുവകൾ ചേർത്തതിന് ശേഷം ഞാൻ കുക്കർ അടയ്ക്കാൻ പോവുകയാണ്. നല്ലതുപോലെ കുക്കർ അടയ്ക്കുക. ഒരു 4 വിസിൽ കേൾക്കുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ പരിപ്പ് റെഡിയാകാൻ വേണ്ടി. ഇത്ര സ്വാദിഷ്ടമായ ഒരു പരിപ്പാണിത്. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ ഈ പരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പരിപ്പാണ്. പിന്നെ ഞാൻ കാണിച്ചതിൽ പ്രകാരം ഞാൻ എല്ലാത്തിനും ഈ മുളക് പൊടിയൊക്കെ ഞാൻ കുറച്ചാണ് ഉപയോഗിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി മുളകൊന്നും വേണ്ട. അതുകൊണ്ട് മുളക് പൊടിയും ഇതൊക്കെ എരിവ് കൂടുതൽ വേണ്ടവരൊക്കെ കുറച്ചുകൂടെയൊക്കെ മുളക് അതിനകത്ത് ചേർക്കാം. അങ്ങനെ എൻ്റെ പരിപ്പ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ആവുന്നേ ഉള്ളൂ. അതിന് ശേഷം ഞാനിത് നിങ്ങളെ കാണിക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതെല്ലാം കൂടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റൗവിൻ്റെ സ്റ്റൗ കത്തിക്കുകയാണ്. സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഞാൻ നല്ല കുക്കർ ഓണാക്കുന്നു. കുക്കർ ഓൺ ചെയ്തു. അടുത്തതായിട്ട് നമ്മുടെ പരിപ്പ് വെന്തത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. പരിപ്പ് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ വെന്ത് നല്ല അടിപൊളി ഒരു പരിപ്പാണിത്. ഈ പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഏത് മാങ്ങയും തക്കാളിയൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രത്യേക രുചിയുണ്ട്. പിന്നെ എനിക്ക് ആവശ്യമുള്ളത്ര ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നീട് ആർക്കെങ്കിലും ഇത് ഉപ്പ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടുതലിനകത്ത് ചേർക്കാം. ഉപ്പ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പാണ്. അതുപോലെ തന്നെ ഇതെല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനിയും അടുത്ത എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈവനിങ് സ്നാക്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് എനിക്ക് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം മറക്കാതെ. അതുകൊണ്ട് താങ്ക് യു. ബൈ ബൈ.